ഉറച്ച അടിത്തറയുള്ള പഞ്ചാബിൽ കഴിഞ്ഞ 2 തവണയും നേരിയ വോട്ടുകൾക്കാണ് വിജയം കോൺഗ്രസിനെ കൈവിട്ടത്. 10 വർഷം അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞുനിന്ന കോൺഗ്രസിന് ഇത്തവണ വിജയം സംസ്ഥാനത്തും ദേശീയതലത്തിലും അനിവാര്യമായിരുന്നു. കടുത്ത ഭരണവിരുദ്ധ വികാരവും ക്യാപ്റ്റന്റെ നേതൃത്വവും ചേർന്നതോടെയാണ് വിജയം കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ ഒതുക്കാനായത്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഭാവി പരിപാടികൾ ഞായറാഴ്ച 2 മണിക്ക് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. ये बातें पे मैं नहीं करनी, ये डिसीजन है हमारे वाइस प्रेसिडेंट का, क्योंकि प्रेसिडेंट साहिबा नहीं है यहाँ हिंदुस्तान में. वाइस प्रेसिडेंट ने फैसला करना पड़ेगा, उनका फैसला. വാശിയേറിയ ത്രികോണ മത്സരത്തിൽ അകാലി BJP സഖ്യം 3ാം സ്ഥാനത്തേക്ക് ഒതുങ്ങിയപ്പോൾ പ്രതീക്ഷയ്ക്കൊത്തുള്ള പ്രകടനം നടത്താനായില്ലെങ്കിലും ആം ആദ്മി പാർട്ടി 2ാം സ്ഥാനം പിടിച്ചു. ജനവിധി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ അകാലിദൾ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ അടുത്ത ദിവസം തന്നെ രാജി സമർപ്പിക്കുമെന്ന് അറിയിച്ചു. വിജയം കോൺഗ്രസിന് അനിവാര്യമായിരുന്നു. എന്നാൽ ഇത്രയും മികച്ച മുന്നേറ്റം കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പഞ്ചാബിലെ കോൺഗ്രസ് ആസ്ഥാനത്തു നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം ബൽറാം നെടുങ്ങാടി, മാതൃഭൂമി ന്യൂസ്, ചണ്ഡീഗഡ്.